മേക്കപ്പ് എന്നത് ബ്യൂട്ടി എന്ന സങ്കല്പമല്ല, അത് ഓരോ ആർട്ടിസ്റ്റിനെയും ക്യാരക്ടറാക്കി മാറ്റുകയാണ്. മേക്ക് ഓവറിൽ പ്രേക്ഷകർ കൺവിൻസിംഗ് ആയാൽ വലിയൊരു ഭാരം കഴിഞ്ഞു. പിന്നീട് അഭിനയത്തിൽ അതിനെ ബാലൻസ് ചെയ്യുകയാണ് വേണ്ടത്. ആർട്ടിസ്റ്റിൽ നിന്നും ക്യാരക്ടറിലേക്കുള്ള ആ ദൂരത്തെ എളുപ്പമാക്കുന്നതാണ് മേക്കപ്പ് ആർട്ടിസ്റ്റിന്റെ ധർമ്മം. താരങ്ങളുടെ ലുക്ക്, മേക്ക് ഓവർ എന്നിങ്ങനെ മേക്കപ്പിന്റെ വലിയൊരു സാധ്യതയുണ്ട് സിനിമയിൽ. ഉലകനായകൻ കമൽഹാസൻ ഇന്ത്യനിലും കൽക്കിയിലും മേക്കപ്പിന്റെ സാധ്യതയെ ഉപയോഗിച്ചത് ടേക്ക് 1 നേരത്തെ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അതിനൊപ്പം തന്നെ മലയാളത്തിലെ താരങ്ങളും മേക്ക് ഓവറിനാൽ വിസ്മയിപ്പിച്ചിട്ടുള്ളത് വിസ്മരിക്കാനാവില്ല. കാണാം ടേക്ക് 1. പ്രശംസയേക്കാൾ സമീപകാലത്ത് മേക്കപ്പിന്റെ പേരിൽ പഴി കേട്ടതാണ് മലയാള സിനിമയെക്കുറിച്ച് പറയാനുള്ളത്. വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത വർഷങ്ങൾക്ക് ശേഷം OTTയിൽ റിലീസായതിനു പിന്നാലെ ഉയർന്നത് മേക്കപ്പിന്റെ പേരിൽ വലിയ വിമർശനമായിരുന്നു. ചെറുപ്പക്കാരിൽ നിന്നും കഥ ആരംഭിച്ച പ്രായമുള്ള രണ്ടാം കാലഘട്ടത്തിലേക്ക് എത്തുന്ന കഥാസന്ദർഭത്തിൽ പ്രണവ് മോഹൻലാലിന്റെ വിഗിനെക്കുറിച്ചും മേക്കപ്പിനെക്കുറിച്ചും വലിയ രീതിയിൽ വിമർശനം ഉയർന്നിരുന്നു. എന്നാൽ മലയാള സിനിമയെ സംബന്ധിച്ച് മേക്കപ്പ് കൊണ്ട് വിസ്മയിപ്പിച്ചിട്ടുള്ള നിരവധി പകർന്നാട്ടങ്ങൾ നടന്നിട്ടുള്ള ചരിത്രമാണ് ഉള്ളത്. അതിൽ മുൻപന്തിയിലുള്ളത് ദിലീപ് തന്നെയാണ്. 2002 പുറത്തിറങ്ങിയ കുഞ്ഞിക്കൂനലിലൂടെയാണ് ദിലീപ് പ്രേക്ഷകരെ മേക്ക് ഓവർ കൊണ്ട് ഞെട്ടിക്കുന്നത്. കൂനനായി പുതിയ രൂപത്തിൽ ദിലീപ് എത്തിയ ചിത്രം വാണിജ്യപരമായി മികച്ച നേട്ടം സ്വന്തമാക്കിയിരുന്നു. വ്യത്യസ്തമായ ഒരു പ്രണയകഥ പറഞ്ഞ ചിത്രം പിന്നീട് തമിഴിൽ സൂര്യനായകനായി പേരഴകൻ എന്ന പേരിൽ റീമേക്കും ചെയ്തിരുന്നു. ദിലീപിന്റെ കരിയറിൽ പിന്നീട് വെല്ലുവിളി ഉയർത്തിയെത്തുന്നത് പച്ചക്കുതിരയിലെ ആകാശാണ്. കമ്പിയിട്ട പല്ലും കട്ടിക്കണ്ണടയുമൊക്കെയായി ഓട്ടിസം ബാധിച്ച കഥാപാത്രമായി ദിലീപ് അതിശയിപ്പിച്ചു. പിന്നീട് സൗണ്ട് തോമയിലും മായാമോഹിനിയിലും അതേ പരീക്ഷണം കണ്ടു. കേവലം ഫാൻസി ഡ്രസ് എന്ന നിലയിൽ തരം താഴാൻ സാധ്യതയുള്ള കഥാപാത്രങ്ങളെ നൂൽപാലത്തിലൂടെയുള്ള പരീക്ഷണത്തിലൂടെ ദിലീപ് ജനപ്രിയമാക്കി. എങ്കിലും ദിലീപിന്റെ ഗംഭീര മേക്ക് ഓവർ കണ്ടത് കമ്മാര സംഭവത്തിലാണ്. 3 ഗെറ്റപ്പിലാണ് ദിലീപ് ചിത്രത്തിലെത്തിയത്. അതിൽ തന്നെ വൃദ്ധനായ കമ്മാരന്റെ മേക്ക് ഓവർ പ്രോസ്തെറ്റിക് മേക്കപ്പിലൂടെ ഏച്ചുകെട്ടൽ തോന്നാത്ത വിധം ദിലീപ് ഫലപ്രദമാക്കി. മമ്മൂട്ടിയുടെ മേക്ക് ഓവറിൽ എന്നും ശ്രദ്ധേയം 1989-ലെത്തിയ മൃഗയിലെ വാറുണ്ണിയാണ്. ഷൂട്ടിംഗ് കാണാൻ വന്ന ഒരാളുടെ റെഫറൻസിലായിരുന്നു മമ്മൂട്ടി ഇന്നു കാണുന്ന വിധത്തിൽ വാറുണ്ണിയാക്കി മാറ്റുന്നത്. മിലിറ്ററി ഗ്രീൻ ഷർട്ടുമിട്ട് മുറുക്കി ചുവന്ന പല്ലുമായി അവിടെ ഉണ്ടായിരുന്ന ആളിനെ മേക്കപ്പ് മാൻ ദേവസിക്ക് കാണിച്ചു കൊടുത്തത് മമ്മൂട്ടിയാണ്. പഴയ ഏതോ സിനിമയിൽ ആരോ ഉപയോഗിച്ച ഒരു വിഗും മീശയും മമ്മൂട്ടിക്ക് വെച്ചു പിടിപ്പിച്ചു. തന്നെ കറുപ്പിക്കുവാൻ മമ്മൂട്ടി തന്നെയാണ് പറഞ്ഞത്. മുഖം കറുപ്പിച്ച് മുഖത്തൊരു ഉണ്ണിയും വെച്ച് പല്ലില്ലാത്തതായി കാണിക്കുവാൻ പല്ലു കറുപ്പിച്ചും ഒരു മിലിറ്ററി ഗ്രീൻ ഷർട്ട് കോസ്റ്റ്യൂമറെ കൊണ്ട് കല്ലിലും പൂഴിയിലും ഇട്ട് ഉരച്ച് കളർ കളഞ്ഞു. ഈ വേഷത്തിലെത്തിയ തന്നെ സെറ്റിൽ ആരും ആദ്യം തിരിച്ചറിഞ്ഞില്ലെന്ന് പിന്നീട് മമ്മൂട്ടി പറഞ്ഞിട്ടുമുണ്ട്. സൂര്യമാനസത്തിലെ പുട്ടുറുമീസും പാലേരി മാണിക്യത്തിലെ മുരിക്കുംകുന്നത്ത് അഹമ്മദ് ഹാജിയും മേക്ക് ഓവറിൽ മമ്മൂട്ടി നടത്തിയ പരീക്ഷണങ്ങളാണ്. സമീപകാലത്ത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോർമാറ്റ് എത്തിയ ബ്രഹ്മയുഗത്തിലെ കൊടുമൺ പോറ്റി മേക്ക് ഓവറിൽ വീണ്ടും ഞെട്ടിച്ചു. ഇതുവരെ കാണാത്ത മമ്മൂട്ടിയുടെ പരുക്കൻ രൂപം ചിത്രത്തിന് ഹൈലൈറ്റായി. യുവതാരം പൃഥ്വിരാജിന്റെ ആടുജീവിതത്തിലെ മേക്ക് ഓവറിന് വേണ്ടിയുള്ള തീവ്രമായ തയ്യാറെടുപ്പ് പ്രേക്ഷകരും കണ്ടതാണ്. വർഷങ്ങളുടെ തയ്യാറെടുപ്പോടെ ശരീരഭാരം കുറച്ച മുടിയും താടിയും വളർത്തി മരുഭൂമിയിൽ പെട്ടുപോകുന്ന നജീബായി ക്യാമറയ്ക്ക് മുന്നിൽ ജീവിക്കുകയായിരുന്നു താരം. മലയാളത്തിൽ മറ്റൊരു താരവും ഒരു കഥാപാത്രത്തിന് വേണ്ടിയും ഇത്രത്തോളം തയ്യാറെടുപ്പ് നടത്തിയിട്ടുണ്ടോ എന്നുള്ളത് സംശയമാണ്. ചിത്രത്തിന്റെ 2ാം പാതിയിലെത്തുമ്പോൾ മൃതപ്രാണനായ നജീബിനെ കണ്ട് നീങ്ങുന്നത് പ്രേക്ഷകരുടെ ഹൃദയമാണ്. ചിത്രത്തിൽ പൃഥ്വിക്കൊപ്പം തന്നെ ഞെട്ടിച്ചത് പുതുമുഖ താരം ഗോകുലാണ്. സെല്ലുലോയിഡാണ് മേക്ക് ഓവറിൽ പൃഥ്വിയുടെ മറ്റൊരു മുഖം കാണിച്ചു തന്നത്. മലയാള സിനിമയുടെ പിതാവ് JC ഡാനിയലായി എത്തിയപ്പോൾ 1920 കാലഘട്ടത്തിലെ തിരുവനന്തപുരത്തുകാരനായി നോക്കിലും നടപ്പിലും സംഭാഷണത്തിലും പുതിയൊരു പൃഥ്വിയെ കണ്ടു. മോഹൻലാലിന്റെ മേക്ക് ഓവർ സോഷ്യൽ മീഡിയയും ആരാധകരും ആഘോഷമാക്കിയത് ഒഡീനിലേതായിരുന്നു. 2 കാലഘട്ടത്തിലെ കഥാപാത്രത്തിനായി
വലിയ തയ്യാറെടുപ്പാണ് മോഹൻലാൽ നടത്തിയത്. എന്നാൽ ചിത്രം പ്രേക്ഷകരെ തൃപ്തിപ്പെടുത്തുന്നതിൽ പരാജയപ്പെട്ടു. എന്നാൽ മോഹൻലാലിന്റെ പരദേശിയിലെ വേഷപ്പകർച്ച വലിയ പ്രശംസ നേടിയിട്ടുള്ളതാണ്. യുവതാരങ്ങളിൽ കഥാപാത്രത്തിനായി വളരെയേറെ മാനസികമായും ശാരീരികമായും തയ്യാറെടുപ്പ് നടത്തുന്ന താരമാണ് ജയസൂര്യ. ഞാൻ മേരിക്കുട്ടി എന്ന ചിത്രത്തിൽ ട്രാൻസ് വുമണായി എത്തുന്ന ജയസൂര്യ പ്രേക്ഷകരെ അതിശയിപ്പിച്ചു. ഇനി കത്തനാർ എന്ന ബിഗ് ബജറ്റ് ചിത്രത്തിലും താടിയും മുടിയും വളർത്തി വേറിട്ട ഗെറ്റപ്പിലാണ് താരമെത്തുന്നത്. സമീപകാലത്ത് കുഞ്ചാക്കോ ബോബൻ ലുക്കിൽ ഞെട്ടിച്ചത് ഇന്നാ താൻ കേസുകൊട് എന്ന ചിത്രത്തിലാണ്. കള്ളനായ കൊഴുമൽ രാജീവനായി ചാക്കോച്ചന്റെ ഇതുവരെ കാണാത്ത ലുക്കും ഭാവാഭിനയവും ഡയലോഗ് ഡെലിവറിയും പ്രേക്ഷകർ കണ്ടു. മലയാളത്തിന്റെ കുടുംബനായകൻ ജയറാം തമിഴകത്ത് ചെന്നാണ് പ്രേക്ഷകരെ അതിശയിപ്പിച്ചത്. മണിരത്നം 2 ഭാഗമായി ഒരുക്കിയ പൊന്നിയിൻ സെൽവനു വേണ്ടി ഉയരം കുറഞ്ഞ കുടവയറ് ചാടിയ കഥാപാത്രമായി മാറിയാണ് ജയറാം ക്യാമറയ്ക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത്. മാലിക് എന്ന ശ്രദ്ധേയ ചിത്രത്തിൽ 2 കാലഘട്ടത്തിലെത്തുന്ന ഫഹദിന്റെ സുലൈമാനും മലയാറ്റൂരിന്റെ യക്ഷി എന്ന നോവലിനെ ആസ്പദമാക്കി ഒരുക്കിയ ആഗത്തിലും ഫഹദ് ഫാസിൽ മേക്ക് ഓവറിൽ ഞെട്ടിച്ചിട്ടുള്ളതാണ്. കമ്മട്ടിപ്പാടത്തിൽ വിനായകനും മിന്നൽ മുരളിയിൽ ഗുരു സോമസുന്ദരവും വേറിട്ട ലുക്കിൽ പ്രത്യക്ഷപ്പെട്ടത് പ്രേക്ഷകർ ഏറ്റെടുത്തിട്ടുള്ളതാണ്. 90-കാരനായി പൂക്കാലത്തിലെത്തിയപ്പോൾ വിജയരാഘവൻ പ്രേക്ഷകരുടെ പ്രശംസ നേടുകയാണുണ്ടായത്. മലയാളത്തിന്റെ നായികാ വസന്തങ്ങളിൽ പുരുഷ ഗെറ്റപ്പിലെത്തി പ്രേക്ഷകരെ അമ്പരപ്പിച്ചത് മഞ്ജു വാര്യരാണ്. 1998-ൽ 1001 കഥകളിലെ ഒരു കഥയെ ആസ്പദമാക്കി MD തിരക്കഥ എഴുതി വേണു സംവിധാനം ചെയ്ത ദയ എന്ന ചിത്രത്തിലായിരുന്നു മഞ്ജു വാര്യരുടെ മേക്ക് ഓവർ. പിന്നീട് രസതന്ത്രത്തിലാണ് മടക്കി കുത്തിയ കൈലിയും ഷർട്ടും ധരിച്ച് മീശയും വെച്ചുപിടിപ്പിച്ച മീര ജാസ്മിൻ പുരുഷവേഷത്തിലെത്തുന്നത്. കഥയുടെ ഭാഗമായി പുരുഷവേഷം കെട്ടുന്ന നായികമാരായിരുന്നു അതൊക്കെ. മാലിക്കിൽ 50 കഴിഞ്ഞ കഥാപാത്രമായി നിമിഷ സജ്ജൻ എത്തിയപ്പോഴും പ്രേക്ഷകരുടെ കയ്യടി നേടി. പാർവതി തിരുവോത്തിന്റെ ഉയരെയാണ് മേക്ക് ഓവർ കൊണ്ട് പ്രേക്ഷകരെ ഞെട്ടിച്ച മറ്റൊരു ചിത്രം. ആസുരാക്രമണത്തിന്റെ ഇരയാകുന്ന പല്ലവി ആത്മവിശ്വാസം മുഖത്തിന്റെ അഴകിലല്ല മനസ്സിലാണെന്ന് അടിവരയിടുന്നു. ദിവസവും 4 മണിക്കൂറോളമാണ് പ്രത്യേക രീതിയിലുള്ള പ്രോസ്തെറ്റിക് മേക്കപ്പിനായി പാർവതി ഇരുന്നു കൊടുത്തത്. സിനിമയൊരു ചെറിയ പ്രോസസ് അല്ലെന്നുള്ള ധാരണ ഇന്ന് പ്രേക്ഷകർക്കുണ്ട്. അതിൽ എടുത്തു പറയേണ്ട ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ് മേക്കപ്പ് ഏരിയ. പ്രോസ്തെറ്റിക് മേക്കപ്പ് എന്ന ഡിപ്പാർട്ട്മെന്റ് ഒരു സിനിമയുടെ ഒറിജിനാലിറ്റി എത്രമാത്രം സ്വാധീനിക്കുമെന്ന് നേരത്തെ പറഞ്ഞ കഥാപാത്രങ്ങളിലൂടെ പ്രേക്ഷകർ കണ്ടിട്ടുള്ളതാണ്. വലിയ സിനിമകൾ സാധ്യമാകുന്ന ഈ പുതിയ കാലത്ത് ഇനിയും നമുക്ക് കാത്തിരിക്കാം മേക്കപ്പ് കൊണ്ട് വിസ്മയിപ്പിക്കുന്ന കഥാപാത്രങ്ങൾക്കായി.